നെൽകൃഷിയുടെ വിജയത്തിന് കളനിയന്ത്രണം അതീവ പ്രധാനമാണ്. കളകൾ നെല്ലിനാവശ്യമായ പോഷകങ്ങളും വെള്ളവും വലിച്ചെടുത്ത് ഉൽപാദനക്ഷമതയെ ഗണ്യമായി ബാധിക്കും. അതിനാൽ തന്നെ നെല്ലിൻ്റെ വളർച്ചയുടെ ആദ്യത്തെ 40 മുതൽ 45 ദിവസം കളവിമുക്തമായി സൂക്ഷിക്കേണ്ടതുണ്ട്. കളനിയന്ത്രണത്തിൻ്റെ ആദ്യഘട്ടം കളകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നെൽകൃഷിയിൽ പുല്ലുവർഗത്തിൽപ്പെട്ട കളകളായ കവട്ട, കുതിരവാലി, നരിങ്ങ മുതലായ കളകൾ വലിയ പ്രശ്നക്കാരാണ്. കൂടാതെ മുത്തങ്ങ വർഗത്തിൽപ്പെട്ട തലേക്കെട്ടൻ, മങ്ങ്, മഞ്ഞക്കോര എന്നിവയും വീതി കൂടിയ ഇലകളോട് കൂടിയ കളകളായ നീർഗ്രാമ്പു, വാഴക്കള, മഞ്ഞക്കുളവാഴ തുടങ്ങിയവയും കാര്യമായ ഉൽപാദന നഷ്ടം ഉണ്ടാക്കുന്നു. കളനിയന്ത്രണത്തിൽ ആദ്യ ശ്രദ്ധ ഗുണനിലവാരമുള്ള വിത്ത് ഉപയോഗിക്കുന്നതിലാണ്. പ്രത്യേകിച്ചും വരിനെല്ല് പോലെയുള്ള കളകൾ വിത്തിലൂടെ പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. കൃഷി രീതിക്കനുസരിച്ച് കളശല്യത്തിനും വ്യത്യാസമുണ്ടാകും. ഉദാഹരണത്തിന് വിത സമ്പ്രദായത്തിൽ കളകൾ കൂടുതലായിരിക്കും. ഇത്തരം കണ്ടങ്ങളിൽ കളകളെ ആദ്യം മുളപ്പിച്ചു കഴിഞ്ഞ് നശിപ്പിച്ചതിന് ശേഷം നെല്ല് വിതയ്ക്കുന്നതായാൽ ഒരു പരിധിവരെ കളകൾ കുറയ്ക്കാം. ഇതിനായി നിലമൊരുക്കി വെള്ളം വാർത്തിട്ടതിന് ശേഷം 10 ദിവസം കഴിഞ്ഞ് കളനാശിനി പ്രയോഗത്തിലൂടെ മുളച്ചു വന്ന കളകളെ നശിപ്പിക്കാം. പറിച്ചു നട്ട കണ്ടങ്ങളിൽ ജലം കെട്ടി നിർത്തുന്നതിനാൽ കളകൾ മുളച്ചു വരുന്നത് തടയാനും അതുവഴി എളുപ്പത്തിൽ കളകളെ നിയന്ത്രിക്കാനും കഴിയും. നടിയിലായാലും വിതയായാലും നെല്ലിൻ്റെ വളർച്ചയുടെ 20-40 ദിവസങ്ങളിൽ കൈകൊണ്ട് കള പറിച്ചു നീക്കുന്ന രീതി ഏറ്റവും കാര്യക്ഷമമാണ്. ഇതോടൊപ്പം വരമ്പിലുള്ള കളകളെ കൂടി നിയന്ത്രിക്കേണ്ടത് കീടരോഗ നിയന്ത്രണത്തിനും വളരെ അത്യാവശ്യമാണ്. കളകളെ നിയന്ത്രിക്കുവാൻ കളനാശിനി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ചില കളനാശിനികൾ ഒരു പ്രത്യേക ഇനം കളകളെ മാത്രം നശിപ്പിക്കുമ്പോൾ മറ്റു ചില കളനാശിനികൾ വിവിധ തരം കളകളെ ഒരുമിച്ച് നിയന്ത്രിക്കുവാൻ ഫലപ്രദമാണ്. മാത്രമല്ല, ചില കളനാശിനികൾ മണ്ണിൽ നിന്നും മുളച്ചു വരുന്ന കളകളെ മാത്രം നശിപ്പിക്കുമ്പോൾ മറ്റു ചില കളനാശിനികൾ മുളച്ചു വന്ന കളകളെയാണ് നശിപ്പിക്കുന്നത്. ഇനി രാസകളനാശിനികളുടെ ഉപയോഗത്തിലേക്ക് വന്നാൽ അവയുടെ പ്രയോഗം പ്രധാനമായും 3 സമയങ്ങളിൽ ആണ്. ആദ്യത്തേത് നിലമൊരുക്കി വിതയ്ക്കുന്നതിന് മുൻപായി മണ്ണിൽ കളനാശിനികൾ തളിക്കുന്ന രീതി. രണ്ടാമത്തേത് കളകൾ മുളച്ചു വരുന്നതിന് മുൻപായി തന്നെ എന്നാൽ നട്ടതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ കളനാശിനികൾ തളിക്കുന്ന രീതി. മൂന്നാമതായി നട്ട് അല്ലെങ്കിൽ വിതച്ച് 15 ദിവസം മുതൽ 20 ദിവസത്തിനുള്ളിൽ കളകൾക്കനുസരിച്ച് കളനാശിനികൾ തിരഞ്ഞെടുത്ത് തളിക്കാവുന്നതാണ്. കളനാശിനികൾ പലതരത്തിൽ നെല്ലിൽ ഉപയോഗിക്കാം. നട്ട കണ്ടങ്ങളിൽ നട്ട അന്ന് മുതൽ 6 ദിവസത്തിനുള്ളിൽ അടിവളത്തോടൊപ്പം ചേർത്ത് വിതറാവുന്ന തരി രൂപത്തിലുള്ള കളനാശിനികൾ ഇന്ന് ലഭ്യമാണ്. മറ്റൊരു രീതി സ്പ്രേയറിൽ പ്രത്യേകതരം നോസിൽ ഘടിപ്പിച്ച് കളകളിൽ കളനാശിനി തളിച്ചു കൊടുക്കുന്ന രീതിയാണ്. മൂന്നാമതൊരു രീതി എന്ന് പറയുന്നത് വളർന്നു വന്ന് പൂവിട്ട കളകളെ വീഡ് വൈപ്പർ എന്ന ഉപകരണം ഉപയോഗിച്ച് ഉണക്കി കളയുക എന്നതാണ്. കളനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി കണ്ടത്തിൽ നൂൽ പരുവത്തിൽ മാത്രമേ വെള്ളം ഉണ്ടാവാൻ പാടുള്ളൂ. കൂടുതൽ വെള്ളം ഉണ്ടാവുന്നത് കളനാശിനികളുടെ ഫലപ്രാപ്തിയെ ദോഷകരമായി ബാധിക്കും. കളനാശിനികൾ ഉപയോഗിച്ച് 48 മണിക്കൂർ കഴിഞ്ഞ് കണ്ടത്തിലേക്ക് വെള്ളം കയറ്റി നിർത്തുകയും വേണം. കളനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം അവയുടെ നിർദ്ദിഷ്ട തോതിലും അവ ശുപാർശ ചെയ്ത തോതിലും ഉപയോഗിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, വിവിധ തരം കളനാശിനികൾ കൂട്ടിക്കലർത്തി ഉപയോഗിക്കുന്നത് പലപ്പോഴും അവയുടെ കാര്യക്ഷമതയെ ദോഷകരമായി ബാധിക്കും.